ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. ഒരു 3-4 വർഷം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു സഹോദരി, ഞാൻ ഇന്നേ വരെ ആ സഹോദരിയെ കണ്ടിട്ടില്ല, എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഒരു വൈകുന്നേരം വിളിക്കുകയാണ്. അവര് വിവാഹിതയാണ്. അവരുടെ ഭർത്താവ് ഒരു +2 അധ്യാപകനുമാണ്. ഒരു എക്സ് സെമിനാരിയനാണ്. ഡീക്കൻ പട്ടം വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അത്രയും പഠിച്ചു. ഒരു കൊല്ലം കൂടെ കാത്തിരുന്ന പട്ടം മേടിക്കാമായിരുന്നു. ദൈവവിളി വേറെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാവാം അദ്ദേഹം ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു ദാമ്പത്യ ധർമ്മം നടത്താൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഈ പെൺകുട്ടി 5 വർഷം കാത്തിരുന്നു. 5 വർഷം. അവൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ആദ്യ ദിവസം അദ്ദേഹം ഒന്ന് പരിശ്രമിച്ചൊക്കെ നോക്കി, പക്ഷെ ബ്രദറെ, ഒരു ദാമ്പത്യ ധർമ്മം നടന്നിട്ട് എനിക്ക് അനുഭവം ഒന്നും പറ്റിയിട്ടില്ല. പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം റൂമിലേക്ക് കടന്നു വന്നിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ കാത്തിരിക്കും മുറിയിൽ. 5 വർഷക്കാലം ഈ പെൺകുട്ടി കാത്തിരിക്കുകയാണ്. അവളൊരു ഹോസ്പിറ്റൽ റിസപ്ഷൻ ജോലി ചെയ്യുന്ന ആളാണ്. അവൾ മടുത്തു. അവൾക്കൊരു കുഞ്ഞ് വേണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ട്. പക്ഷേ ഇയാൾ കടന്നു വരില്ല. രാത്രി 1 മണി 2 മണി വരെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട് ബ്രദറെ, ഒരിക്കലും വരില്ല. അദ്ദേഹം ഇങ്ങനെ വിസിറ്റേഴ്സ് റൂമില് സെറ്റിയിൽ കിടന്നുറങ്ങും, അല്ലെ ഡൈനിങ് ഹാളിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങും. ഇങ്ങനെയാണ്. നീ കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. എന്തോ ദൈവത്തിന്റെ ആത്മാവ് ഇവരുടെ ഹൃദയഭാരം എനിക്ക് തന്നതാവാം. ഈ പെൺകുട്ടിയുടെ കഥ അവളിങ്ങനെ എന്നോട് പറഞ്ഞു. എല്ലാരും എന്നോട് പറയുന്നു ഡിവോഴ്സ് ചെയ്യാൻ, പക്ഷേ എനിക്ക് അത് പറ്റുന്നില്ല ബ്രദറെ. പക്ഷെ ഒരു കുഞ്ഞില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുകയില്ല. ഞാൻ എന്ത് ചെയ്യണം? അതാണ് അവൾ ചോദിക്കുന്ന ചോദ്യം. ഞാൻ അവളോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ ഇന്ന് അവനെ, സമൂഹത്തിൽ നല്ല മാന്യനായ മനുഷ്യനാണ്, കുട്ടികൾക്കെല്ലാം നല്ല കാര്യമാണ്, സമൂഹത്തിൽ നല്ല നിലപാടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇദ്ദേഹം പലപ്പോഴും ഈ മേഖലകളിൽ പരാജയപ്പെട്ടു നിൽക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഈ സഹോദരിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ വിളിച്ചിട്ട് ഹൃദയം തുറന്ന് ആ മകനോട് നിങ്ങൾ സംസാരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ സഭാപരമായ തീരുമാനമെടുത്ത് പിരിഞ്ഞുകൊള്ളുക. ഞാൻ എന്നിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 ദർശനം കർത്താവ് വെളിപ്പെടുത്തി. ഒന്ന്, എലീശ പുണ്യവതി ഗർഭിണിയാകുന്ന ആ ഒരു അനുഭവം. അത് ഇപ്രകാരമാണ്: പ്രായത്തിന്റെ ആധിക്യത്താൽ ഗർഭപാത്രം ചുക്കിച്ചൊളിഞ്ഞുപോയ ഒരു വൃദ്ധ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് പിന്നീട് സ്നാപകൻ എന്ന് പേര് ചൊല്ലി വിളിക്കപ്പെട്ട ശിശുവിന് ജന്മം കൊടുക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ഈ വൃദ്ധയുടെ ഗർഭപാത്രത്തെ യൗവന തുല്യമാക്കി മാറ്റി. ഒരു യുവതിയുടേതുപോലെ മാറ്റി. എന്റെ മനസ്സിലേക്ക് ഈ ഒരു ദർശനം ഇങ്ങനെ കടന്നു വന്നു. രണ്ടാമത് വന്നത്, പരിശുദ്ധ കന്യകാമറിയം ഒരു പുരുഷ സംസർഗമില്ലാതെ യേശുവിന് ജന്മം കൊടുത്ത കാര്യം. ഇത് രണ്ടും എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തി, ദൈവമേ, പ്രായത്തിന്റെ ആധിക്യം കഴിഞ്ഞ എലീശ പുണ്യവതിക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തക്കവിധം അവളുടെ ഗർഭപാത്രത്തെ പരിശുദ്ധാത്മാവാൽ രൂപപ്പെടുത്തിയ പരിശുദ്ധനായ ദൈവമേ, ഈ പെൺകുട്ടിയുടെ കണ്ണുനീരിന് മുമ്പിൽ അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവ് അവിടുത്തെ കരുണ വർഷിക്കണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയുടെ അനുഭവമാണ്. വചനം മാംസമായത് പരിശുദ്ധാത്മാവിലാണ്.
ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ എൻ്റെ ദേഹത്തേക്ക് കണ്ണുനീര് വീഴുന്നുണ്ട്, എൻ്റെ ചങ്കിലേക്ക്, എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക്. അത്ര വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചത്. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ബ്രദറേ, ഞാൻ ഗർഭിണിയായിരിക്കുന്നു. അവള് ദൈവം അവളുടെ കണ്ണുനീരിന് ഉത്തരം കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. നമ്മുടെ സർവശക്തനായ ദൈവം എത്രയോ കാരുണ്യവാനാണെന്ന് ഒരു വലിയ സത്യം ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു 2.5 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവൾ വിളിച്ചു. 2.5 മാസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ചിക്കൻ പോക്സ് വന്നു. ദേഹം മുഴുവനും നിറഞ്ഞ് ചൊള്ള. മെഡിസിൻ എടുക്കത്തില്ല, മെഡിസിൻ എടുത്താൽ കുഞ്ഞ് പോകും. അവളെ 3 ദിവസം ഭക്ഷണം കഴിക്കാണ്ട് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണമേ, എന്ത് തീവ്രമായ ഒരു പ്രതിസന്ധിയാണ്. വിളിച്ചിട്ട് പറഞ്ഞ, ബ്രദറേ, എനിക്ക് നിവർത്തിയില്ല, എനിക്ക് മരുന്നെടുത്ത് എൻ്റെ കുഞ്ഞ് പോകും. ഞാനിങ്ങനെ 3 ദിവസമായ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് കഴിക്കാനും എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും മണവടിക്കുമ്പോൾ തന്നെ. പെട്ടെന്ന് കർത്താവ് എനിക്ക് ദർശനം നൽകി. ഒരു തെങ്ങിൽ നിന്ന് കരിക്ക് പറിച്ചിറങ്ങിക്കൊണ്ടുവരുന്ന ഒരു ദർശനം. ഞാൻ പറഞ്ഞു, സഹോദരി, വീടിന്റെ മുറ്റത്ത് തെങ്ങുണ്ടോ? ഉണ്ട് ബ്രദറെ, 2 തെങ്ങുണ്ട്. ആരെങ്കിലും വിളിച്ചിട്ട് അതിന്റെ മുകളിൽ കയറ്റിയിട്ട് ഇളനീർ പറിപ്പിക്കണം. എന്നിട്ട് നീ അത് വെട്ടിയിട്ട് ഗ്ലൂക്കോസ് മേടിച്ചിട്ട് ആ പൊടിയിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. 8 ദിവസം ഈ ദേഹത്തെ ചൊള്ള, ചിക്കൻ പോക്സ് മുഴുവനും പോകുന്നത് വരെയും ഈ പെൺകുട്ടി കരിക്കും വെള്ളത്തിൽ പിടിച്ചു നിന്നു. ഓർക്കണമേ, ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഈ അനുഗ്രഹ വെള്ളി ഞാൻ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ഒരു വീര്യപ്രവൃത്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അവൾ ആ കുഞ്ഞിനെ ഗർഭസ്ഥ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയിട്ട് 1.5 കിലോ ഉണ്ടായിരുന്നുള്ള കുഞ്ഞ് ജനിച്ചപ്പോൾ 1.5 കിലോ. പക്ഷെ അവൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ കൊടുത്തു. മെഡിക്കായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ക്ലാസ്സിൽ ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് ആരംഭം ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ദൈവമായ കർത്താവ് ഒരു കുടുംബത്തിന് രൂപം നൽകി. ആ കുടുംബത്തിന് രൂപം നൽകിയത് തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച്, ആദത്തെ സൃഷ്ടിച്ച് അവന്റെ വാരിയലിൽ നിന്ന് ഒരു ജീവിത സഖിയെ നൽകി സാനന്ദം വാഴുന്നതിന് വേണ്ടി ഏദൻ തോട്ടത്തിലേക്ക് ഇവരെ പറഞ്ഞു വിടുകയാണ്. ഇവരെ സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ദൈവമായ കർത്താവ് ഇവർക്ക് വലിയ ഒരു അനുഗ്രഹം നൽകി. അത് മറ്റൊന്നുമല്ല, അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ച്, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ച്, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ച് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സൃഷ്ടികർമ്മത്തിൽ പിതാവായ ദൈവം തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മേലുള്ള സകലത്തിന്റെ മേലും അവൻ അധികാരം കൊടുത്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ കാഴ്ചയിൽ ഏറ്റവും വലിയ ജീവി ഏതാ? നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ജീവി ആന എന്നൊക്കെ പറയൂലേ. ഒരാനയെ പോലും വടിത്തുമ്പിൽ നിർത്തുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ സകലത്തിന്റെയും മേൽ അവൻ അധികാരം കൊടുത്തുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിനക്ക് ഈ പ്രപഞ്ചത്തിലെ സകലതിന്റെ മേലും ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു വലിയ സത്യം തിരിച്ചറിയണം. നീ ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള സത്യം തിരിച്ചറിയണം. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2-3 തിരുവചനം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിന്റെ മേലും അവന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പിശാച് നിന്നോട് പറയും,
പിശാച് എന്ത് പറയും? പിശാച് പറയും, നിനക്ക് ശക്തിയൊന്നുമില്ല, നിനക്കൊരു അധികാരവുമില്ല, നീ ഇതിന് പരിശ്രമിച്ചൊരു കാര്യമില്ല, നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, നീ അല്ലേൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന എല്ലാ നെഗറ്റീവ്സും പിശാചിന്റെ പ്രൊഡക്റ്റാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമരുത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുള്ള എല്ലാവരും സ്വരമരുത്തി പറഞ്ഞ ഹല്ലേലൂയ. ശക്തമായി പറഞ്ഞ ഹല്ലേലൂയ. ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നെഗറ്റീവ്സും വരുന്നത് പിശാചിൽ നിന്നാണെന്ന് വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയണം. Hallelujah. Every negative spirit will come from devil. Every negative spirit will comes from devil. ഒരു വേദിയിൽ ഇങ്ങനെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇംഗ്ലീഷിൽ ഈ വാക്ക് ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന എനിക്ക്. ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതനുസരിച്ച് ഇവരുടെ ഹൃദയത്തിൽ തുറവി ലഭിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഇത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണെന്ന് എനിക്കറിയാം. ബുദ്ധിയിൽ മുന്നേ കൂട്ടി കണ്ടതൊന്നുമല്ല, മുന്നേ കൂട്ടി ചിന്തിച്ചതുമല്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് എപ്പോഴെങ്കിലും ഇനി എനിക്ക് ഈ സന്താനപുഷ്ടി എന്ന് പറയുന്ന അനുഗ്രഹമില്ല എന്ന ചിന്ത തരുന്നുവെങ്കിൽ ആ പിശാചിനോട് പറയണം, പുറത്തു പോകാൻ പറയണം. നീ സന്താനപുഷ്ടിയുള്ള വ്യക്തിയായി തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ ദൈവത്താൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലാണെന്ന ഉത്തമ ബോധ്യം നിനക്കുണ്ടാവണം. ഹല്ലേലൂയ. സ്വരമരുത്തി പറഞ്ഞ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 23-24 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കുട്ടികളില്ലാതെ ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. ബ്രദറെ, വിവാഹം കഴിഞ്ഞ് 2 മാസമായി, എനിക്ക് 2 വർഷമായി എനിക്ക് കുഞ്ഞുങ്ങളില്ല. ഞാൻ കൊളത്തുവൽ ധ്യാന മന്ദിരത്തിൽ പോയി ധ്യാനം കൂടിയപ്പോൾ സീജ വർക്കിച്ചും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോളെ നിനക്ക് കുഞ്ഞിനെ കിട്ടില്ല. ഞാൻ സീജ വർക്കിച്ചിനെ കുറവാക്കി പറയുന്നല്ല, എൻ്റെ ആത്മീയ പിതാവാണ്. സീജ വർക്കിച്ചിനേക്കാളും വലിയ ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാനെന്ന വ്യക്തിയല്ല, അത് യേശു തമ്പുരാനാണ്. ഹല്ലേലൂയ. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല, അതുകൊണ്ട് നീ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തണമെന്ന് പറഞ്ഞു. വിളി സങ്കടത്തോടെ എൻ്റെ മുമ്പിൽ കൗൺസിലിംഗ് വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു സ്വരം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വന്നു. നോ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ദ ഗോഡ് എന്ന് ദൈവത്തിന്റെ ദൂതൻ കന്യകാമറിയത്തോട് പറഞ്ഞ വചനമാ. മോളെ കന്യകേ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞത് ദൈവം തന്നെ തന്റെ ദൂതനായ കന്യകാമറിയത്തോട് പറഞ്ഞ വചനമാ. നമ്മുടെ അമ്മയോട് പറഞ്ഞ വചനമാത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവന്റെ മേൽ വന്ന് ആവസിക്കാൻ തുടങ്ങി. ഞാൻ തിരിച്ചറിയുകയാണ്, ദേഹം മുഴുവൻ കോരിത്തിരിക്കുന്നു. ആ സാന്നിധ്യം ഇങ്ങനെ കടന്നു വരികയാണ്. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. അന്നൊന്നും കുഞ്ഞിനെ കിട്ടിയില്ല. ഞാൻ ഇവൾക്ക് വേണ്ടി ദിവികാരത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ധ്യാനം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അന്ന് ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്ര ബ്രദറിന്റെ അടുത്ത് പോയി ഇത് സമർപ്പിച്ചു. അദ്ദേഹമാണ് ഈ മരിയ ഭവൻ എന്ന് പറയുന്ന മലപ്പുറത്തെ ട്രസ്റ്റിന്റെ ആത്മീയ ഗൈഡൻസ് നൽകുന്ന ആള്. അദ്ദേഹത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പോസിറ്റീവായിട്ട് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങി 2 മാസം ബൈബിളിൽ കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന പലർക്കും കുഞ്ഞുങ്ങളെ ലഭിച്ചതും അവരിൽ ചിലർ പ്രവാചകനായി മാറിയതെല്ലാം ഇങ്ങനെ ധ്യാനിച്ച് ഒരു ഡിസംബർ മാസത്തിൽ ധ്യാനം കണ്ടക്ട് ചെയ്യുകയാണ്. ഒരു അത്ഭുതം എന്ന് പറയുന്നത്, ധ്യാനം തുടങ്ങി ആ ദിവസം മുതൽ ഒരു 150 പേർ കഷ്ടിരിക്കാവുന്ന ഒരു ഹാളാണ്. ഒരു ടിൻ ഷീറ്റ് ഇതുപോലത്തെ ഒരു ചെറിയ ഹാള്. ഈ ഹാളിൽ കൂടി
ഏകദേശം 2 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി നിക്കറാണ്ട് നടക്കുന്നത് കാണുകയാ. ഞാൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിനിടെ കൂടി അതാരായിരിക്കും? ഡിസംബർ മാസത്തിലെ ധ്യാനത്തിൽ ഉണ്ണിയേശു. ഇത് ഞാൻ മാത്രമല്ല കണ്ടത്, അവിടെ ധ്യാനിക്കുന്ന പലരും കണ്ടു. ഞാനിത് പറഞ്ഞപ്പോൾ ഉണ്ണിയേശു ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണുന്നു പറഞ്ഞു. അവരെ കുറെ പേര് പറയാ ഞങ്ങളും കാണുന്നുണ്ട്. 22 കുടുംബം പങ്കെടുത്തു. അതിൽ 20 കുടുംബത്തെ കോണ്ടാക്ട് എനിക്കുണ്ട്. 2 കോണ്ടാക്ട് പോയിട്ടുണ്ട്. ആ 20 കുടുംബങ്ങളിലും ഒന്നിലധികം കുഞ്ഞുങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, nothing is impossible for the God. ആ ധ്യാനത്തില് ആദ്യം ഗർഭം ധരിച്ചത് മലപ്പുറത്തെ കളക്ടറേറ്റില് ജോലി ചെയ്തിരുന്ന കൊല്ലംകാരി ഒരു സഹോദരി, കറുത്തിട്ടൊരു സ്ത്രീ. അവർക്കന്ന് 48 വയസ്സുണ്ട്, മെനോഫൈസിസ്. അവരുടെ ഗർഭധാരണത്തിലുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു നിൽക്കുകയാ. അവളാണ് ആദ്യം ഗർഭം ധരിച്ചത്. ആ ധ്യാനം കഴിഞ്ഞ് പിറ്റേ മാസം അവൾ ഗർഭം ധരിച്ചു. ഞാൻ ഈ പ്രളയകാലത്ത് അവരെന്നെ മലപ്പുറത്ത് പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 250ഓളം മാമൂദിസ മുങ്ങാത്ത സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മ അവിടെയുണ്ട്. അവിടെ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ അനുഭവം എന്റെ ഓർമ്മയിലേക്ക് വന്നു. ഞാനിങ്ങനെ പറഞ്ഞു, ഈ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, കൊല്ലംകാരി ഒരു സഹോദരിയാണ് ആ ധ്യാനത്തിൽ ആദ്യം ഗർഭം ധരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരു കറുത്ത പെണ്ണ്, തലമുടിയൊക്കെ നരച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ, അവരെഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു അത് ഞാനാണ്. അവര് കളക്ടറേറ്റിൽ നിന്ന് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞിട്ട് മലപ്പുറത്തെ വീട്ടിൽ അവിടെ തന്നെ താമസിക്കുക, പോയിട്ടില്ല. എന്നിട്ട് അവരവിടെ എന്നിട്ട് പറയാ, എടാ മോനെ എഴുന്നേറ്റെന്ന് പറഞ്ഞു. 17 വയസ്സുള്ള ആൺകുട്ടി, +2 പഠിക്കുന്ന, അവനെ എഴുന്നേപ്പിച്ച് ഇങ്ങനെ കാണിച്ചു തരികയാണ്. എന്റെ 2 കണ്ണും നിറഞ്ഞൊഴുകി. പ്രിയപ്പെട്ടവരെ, 250-ലധികം കുട്ടികൾ പ്രാർത്ഥിച്ചുണ്ടായതിന്റെ അനുഭവം എനിക്കറിയാം. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമോ? നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമോ? Nothing is impossible for the God. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എല്ലാം അവിടത്തേക്ക് സാധ്യമാണ്. പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞ ദൈവത്തിന് ഒരു ഗർഭപാത്രത്തെ തുറക്കാതിരിക്കാൻ പറ്റുമോ പ്രിയരെ? യെശയ്യാ 66:9 ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസം കിട്ടുന്നില്ല അല്ലേ? വിശ്വാസം ഉണ്ടായ നിങ്ങള് ചങ്കുപൊട്ടി ഹല്ലേലൂയാ ദൈവത്തിന് പറഞ്ഞാനിപ്പം ഒന്ന് പറയാമോ അങ്ങനെ? നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ദൈവം പറഞ്ഞ വചനമാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ദൈവം ചോദിക്കുന്നു, നിന്റെ ദൈവം ചോദിക്കുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? എത്ര ആഴപ്പെട്ട ഒരു വചനമാ. ഒരിക്കലും ഒരു സഹോദരി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, 16 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ല ബ്രദറെ, ഒരു കുഞ്ഞ് ഇല്ല, ഒരു സന്തതി പരമ്പര ഇവിടെ നിന്നു പോവാ ബ്രദറെ. ഞാൻ പറഞ്ഞില്ല സഹോദരി, ദൈവം അതിനെ അനുവദിക്കുകയില്ല. നമ്മുടെ ദൈവം വലിയവനാ, അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് ഇത് സാധിപ്പിച്ചു തരും. ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തു. സഹോദരി മുട്ടിന്മേൽ നിന്നിട്ട് വിശ്വാസത്തോടെ ഈ വചനം ഇങ്ങനെ ആവർത്തിക്കണം. എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു 49 എന്ന നമ്പറാ.
ഞാൻ പറഞ്ഞു, സഹോദരി, ഒരു 49 പ്രാവശ്യം ഈ വചനം ഇങ്ങനെ മുട്ടിമേ നിന്നിട്ട് കൊട്ടേഷൻ അടക്കം പറയണം. യേശയ്യാ 66:9. ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. അവര് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ. അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു. ഹല്ലേലൂയ. യുകെയിലെ ഷെഫീൽഡില് ഒരു ഡോക്ടർ രാജേഷ് ഉണ്ട്. MD കഴിഞ്ഞ ഡോക്ടർ രാജേഷ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ലിങ്ക് കിട്ടുന്നത് അദ്ദേഹം കാണുന്നുണ്ടാകും. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരുന്നു. ഈ പാലക്കാട് ബെന്യച്ചനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ബെന്യച്ചനോടൊപ്പം എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ബെന്യച്ചൻ എന്ന് പറയാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മനുഷ്യനല്ല. പൗരോഹിത്യത്തെ സ്വീകരിച്ച ആ നാള് മുതല് യേശു കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ച് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മഹത് വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബെന്യച്ചൻ. ഞാൻ അദ്ദേഹത്തിന്റെ കൂടുതല് പാലക്കാട് സീനായിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് 2.5 വർഷക്കാലം. ഞങ്ങൾ തുടങ്ങുന്നത് 18 പേര് ധ്യാനിക്കുന്ന ഒരു ധ്യാന മന്ദിരത്തില്. ഞാൻ അവിടെ വിട്ടു പോകുമ്പോൾ 1000-ഓളം പേര് എല്ലാ ധ്യാനങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. അച്ഛന്റെ കഠിനാധ്വാനം, അച്ഛന്റെ സമർപ്പണം, അച്ഛന്റെ നല്ല മനസ്സ്, അച്ഛന്റെ എളിമ, ഇതെല്ലാം അതിനെ ഉപകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അവിടെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു MD കഴിഞ്ഞ സിസ്റ്റർ നണ്ണാണ്. അവിടെ മുണ്ടൂർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറിന്റെ നമ്പർ യുകെയിലുള്ള ഡോക്ടർ രാജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ രാജേഷ് ഞാൻ ഒരുമിച്ച് PG ചെയ്തതാണ്. അദ്ദേഹത്തിന് കുട്ടികളില്ല, വിളിക്കുമോ എന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ അദ്ദേഹം വിളിച്ചു, പലതവണ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ് കുഞ്ഞിനെ കൊടുക്കുന്നത് കാണുന്നുണ്ട്. എനിക്ക് മാത്രമല്ല ഈ സന്ദേശം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സുന്ദരിയായ ഒരു ഡോക്ടറാണ്. അവർ MD കഴിഞ്ഞ് അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഫെൽസിയുടെ മാതാപിതാക്കൾ ബാംഗ്ലൂർ RRC ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷകരാണ്. അപ്പൊ അവിടുന്ന് ഒരുപാട് പേർക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന്. പക്ഷേ കിട്ടാതെ കാത്തിരിക്കുകയാണ്. ഒരു ദിവസം ഡോക്ടർ രാജേഷ് ഒരു 11:30 സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീടിക്കാലത്തെ പെട്ടെന്നിങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കുന്ന എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഫിൽസിയുടെ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിച്ചു, ദൈവം ഇപ്പോൾ കുഞ്ഞിനെ തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതേപോലെ ഫെൽസിയുടെ ഉദരത്തിൽ ഡോക്ടർ രാജേഷ് മുട്ടുകുത്തി നിന്നിട്ടാണ് എന്റെ ഓർമ്മ. കറക്റ്റ് ഏതായാലും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഡോക്ടർ രാജേഷ്, ഈശോ ആഗ്രഹിക്കുന്നത് പിന്നീട് ഞാൻ പറയാം. ഒരു ചോദ്യം ഇതാണ്, എത്ര കുഞ്ഞുങ്ങളെ കിട്ടിയാലും സ്വീകരിക്കുമോ? ഡോക്ടർ രാജേഷ് പറഞ്ഞു, ബ്രദറെ, എത്ര കിട്ടിയാലും സ്വീകരിക്കും. 2017 ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. യുകെയിൽ 7 കുഞ്ഞുങ്ങളാ. 7 കുഞ്ഞുങ്ങള്. ഈ 7 കുഞ്ഞുങ്ങള് 2 ടയർ തൊട്ടിയ. ഇങ്ങനെ എന്തു മനോഹരമാണ് കാണാൻ. ഓ, എന്റെ ഹൃദയം കുളിർന്നു. ആ സമയത്ത് ഡോക്ടർ രാജേഷിന്റെ വീട്ടിൽ ചെന്നപ്പോൾ 1 വയസ്സായ കുഞ്ഞ് താഴത്തെ തൊട്ടിലിൽ, 2.5 വയസ്സായ കുഞ്ഞ് അതിന് മുകളിലത്തെ തൊട്ടിലിൽ. 7 മക്കളാ അവർക്ക്. 7 മക്കൾ. ഹല്ലേലൂയ. ബർമിംഗ്ഹാമിലുള്ള പട്ടായിലച്ചന്റെ ധ്യാന മന്ദിരത്തില് ഇവര് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നുണ്ട്. 7 മക്കളായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ രാജേഷ് പ്രാക്ടീസിങ് നിർത്തി. കാരണം മക്കളെ നോക്കാൻ സെർവന്റ് ഉണ്ടെങ്കിലും 7 കുഞ്ഞുങ്ങളെ നോക്കാൻ ഇദ്ദേഹം കൂടെ റിസൈൻ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് എന്നെ വിളിച്ചു, പ്രകാശ് ബ്രദറെ, ഞാൻ ചിരിച്ചു, എന്താ ഡോക്ടറെ, 7 കുഞ്ഞുങ്ങളായി, ഞങ്ങൾ നിർത്തിയിട്ടൊന്നുമില്ല, ഇനിയും കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും റിസൈൻ ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരും, നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു എന്നോട്.
നിർത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞു സഭയുടെ പഠനം അതല്ല. പിന്നെ ഈ കാര്യത്തിൽ ഞാൻ തീരുമാനം പറയുന്നുമില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു. ഒരു തോണിക്കാരൻ തോണിയിൽ എത്ര പേരെ കയറ്റണമെന്ന് തീരുമാനിക്കാൻ കഴിവുണ്ട്. 10 പേരെ കയറ്റാവുന്ന തോണിയിൽ 50 പേരെ കയറ്റിയാൽ തോണി മുങ്ങും. അത് മാത്രം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അവരെ നിർത്തിയൊന്നുമില്ല. പ്രിക്കോഷൻ എടുത്തു. ജീവിത സാഹചര്യങ്ങൾ നിമിത്തമാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് കണ്ണുകൾ അടച്ചു പിടിച്ച്, ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ അടച്ചു പിടിച്ച്, നിങ്ങളുടെ അറിവിലുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല നിങ്ങളോട് പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളില്ല എന്ന് നിങ്ങൾ അറിയും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകുന്നതിന് വേണ്ടിയിട്ടാണെന്ന വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആ തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചു പിടിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ ദമ്പതിമാരെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട്, ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അവരുടെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തിട്ട് ഇപ്പോൾ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവം തന്റെ വചനപ്രകാരം അവരുടെ ഉദരം തുറക്കട്ടെ. അവരിന്ന് ഈ രാത്രി തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കാമോ? കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കണമേ. അവരെ സമർപ്പിച്ച് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, ഇടിമുഴക്കം പോലെ സ്തുതിച്ച് 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 പ്രാർത്ഥിക്കണമേ. ബുദ്ധി വരരുത്, കടന്നു വരണ്ട. ബുദ്ധി കടന്നു വരണ്ട. ബുദ്ധിക്ക് അതീതമായിട്ട് ചിന്തകൾക്ക് അതീതമായിട്ട് സ്തുതിച്ച് 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 പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് അപേക്ഷിക്കുന്നു. അതേ പ്രിയനെ, ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. എന്റെ ശരീരത്തിൽ അത് അനുഭവപ്പെടുന്നുണ്ട്. ദൈവം ഇടപെടും. ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി. മഹത്വമുണ്ടാവട്ടെ. ഹല 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 ഹല. ഗ്ലോറി കർത്താവേ, മഹത്വമുണ്ടാവട്ടെ. യേശുവേ നന്ദി പറയുന്നു. ഗ്ലോറി. മഹത്വമുണ്ടാവട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാനൊരു വചനം പറയാം. സാമുവേൽ പ്രവചനം, 1 സാമുവേൽ പ്രവചനത്തിന്റെ 1 മുതലുള്ള അധ്യായം വായിച്ചു വരുമ്പോൾ നമ്മൾ എൽക്കാന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടും. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരാണ്, ഹന്നായും പെനീന്നായും. 2 ഭാര്യമാരുണ്ട് എൽക്കാനയ്ക്ക്. ഇവര് ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ എൽക്കാന ഇവർക്ക് വിഹിതം കൊടുക്കും. അപ്പോൾ പെനീനായിക്ക് മക്കളുണ്ട്, 8 മക്കളാ മറ്റാ. അപ്പം ആ വിഹിതം അങ്ങനെ അവൾക്ക് കൊടുക്കും. ഹന്നായിക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഒരു വിഹിതമേ കിട്ടൂ. അത് മാത്രമല്ല, ബലിക്ക് പോകുന്ന സമയത്ത് പെനീന ഒന്ന് ഞെളിയും. മച്ചി ഇല്ലേ, വന്ധ്യ, അവള് പോകുന്ന കണ്ടില്ലേ? ഇവളെ കുറ്റപ്പെടുത്തും. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റാത്ത വ്യക്തി, ഒരു നികൃഷ്ട ജീവിയെ പോലെ ആയിരിക്കും ഒരു പക്ഷെ പെനീനെ കണ്ടിട്ടുണ്ടാവുക ഹന്നയെ. അവളുടെ ഹൃദയം ദുഃഖഭാരം കൊണ്ട് നിറഞ്ഞു. ഇങ്ങനെ നിറഞ്ഞു വേദനിച്ചും വിഷമിക്കുകയാണ്. ഒരു ദിവസം നമ്മളിങ്ങനെ കാണും. 1 സാമുവേൽ 1 അധ്യായം 9 മുതലുള്ള തിരുവചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഷീലോയിൽ അവർ ഭക്ഷണം കഴിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. സഹോദരി കൈപൊക്കിയാളാണ് പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇന്നലെ രാത്രിയിൽ കാലിന്റെ മുട്ടിന്റെ താഴോട്ട് 18 വയസ്സ് മുതൽ 33 വർഷമായിട്ട് പെട്ടെന്ന് ചുമന്ന് ഉള്ളു പഴുത്തിട്ട് പൊട്ടിയൊഴുകുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പല ദിവസങ്ങളായിട്ട്. 7 പ്രാവശ്യം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് എന്നോട് കർത്താവ്. 6 കഴിഞ്ഞു. മുറിവുണങ്ങി. പക്ഷെ ബേസിക്കലി എവിടെയോ ഒരു ബ്ലോക്ക് കിടപ്പുണ്ട്. 2 ആഴ്ചയായിട്ട് എന്നെ കൊണ്ട് ഈശോ പ്രാർത്ഥിപ്പിക്കുന്നില്ല. 3 ദിവസമായിട്ട് 6-7 കോള് വരും IMOയിൽ എൻ്റെ മൊബൈലില്. ഇന്നലെ ഞാൻ അവിടെ താഴെ സെയിന്റ് എബ്രഹാം ചാപ്പലിരിക്കുമ്പോൾ ഞാനതെടുത്തു, ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ അവൾക്കൊരു സമയം കൊടുത്തു. അന്നെന്തേ വിളിക്കാതെ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കൂട്ടുകാരിയുടെ അടുത്ത് പോയി ബ്രദറെ, എനിക്കിവിടെ രോഗം വന്ന ഭയങ്കര വേദനയാണ്. ഇവള് സൗദിയിൽ ആ കാല് വെച്ചൊന്ന് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എനിക്കാരും കഞ്ഞി വെച്ച കാലൊന്നുമില്ല. കൂട്ടുകാരിക്ക് ഒരു ലീവ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയി. ഞാനത് കുമ്പസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞത്. അവള് കുമ്പസാരത്തിന് അച്ഛനെ ബുക്ക് ചെയ്തു. സൗദിയിലൊക്കെ ബുക്ക് ചെയ്യണം കിട്ടണമെങ്കിൽ. അവള് കുമ്പസാരിക്കാൻ പോകാതെ അവളെന്ത് ചെയ്തു, കൂട്ടുകാരുടെ അടുത്ത് പോയി. ഇപ്പൊ കാലെ വീണ്ടും ചുമന്ന് പഴുത്തിരിക്കുക. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പഴുപ്പുണ്ടാവും. വ്രണം തിരിച്ചു വരികയാണ്. ഞാനൊരു ചോദ്യം മാത്രമുള്ള ചോദിച്ചു ഇന്നലെ രാത്രിയിൽ 10:30 സഹോദരി കൂട്ടുകാരുടെ അടുത്ത് പോയി കൂട്ടുകൂടിയപ്പോ കിട്ടിയ സന്തോഷമാണോ വലുത്, നിന്റെ ഉള്ളിലെ പാപം നീ കുമ്പസാരിച്ചിട്ട് അതെടുത്തു കളയുമ്പോൾ കിട്ടുന്ന സന്തോഷമാണോ വലുത് മോളെ എന്ന് ഞാൻ ചോദിച്ചു. ഏതായിരിക്കും വലുത്? ഇത് പറയുമ്പോ എന്റെ ചങ്ക് പൊട്ടുന്നുണ്ട്. മനുഷ്യന്റെ കാഴ്ചപ്പാട് ലോകത്ത് കുടുംബ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാ. ഒരമ്മ, ഞാൻ ശാലോമിലായിരിക്കും, എന്റെ ഫോണിൽ പേഴ്സണലി വിളിച്ചിട്ട് പറയാ, ബ്രദറെ മകൾക്ക് 33 വയസ്സുണ്ട്, സുന്ദരി പെണ്ണ, അവൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, സർക്കാർ ജോലിയുണ്ട് ബ്രദറെ. അവൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് കല്യാണം വേണ്ട. ഞാൻ ശതന്തി. അവൾ പറയുന്നത് ലിവിങ് ടുഗദർ മതി, ലിവിങ് ടുഗദർ മതി എന്ന്. ഒരാളുടെ കൂടെ വെസ്റ്റേൺ സ്റ്റൈൽ, അത് വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു 3-4 കൊല്ലൊക്കെ ഒരുമിച്ച് ജീവിക്കും. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പ്രസവിക്കേണ്ട കാര്യമില്ല, മക്കളെ വളർത്തേണ്ട കാര്യമില്ല, ആവശ്യത്തിന് സുഖങ്ങൾ കിട്ടും. അത് കഴിയുമ്പം എന്നാ പിന്നെ നമുക്ക് പിരിയാം, നമ്മൾ ഫ്രണ്ട്സായിട്ട് നിൽക്കും, ഇനി അടുത്തയാളെ കണ്ടുമുട്ടാം. ഇത് പാശ്ചാത്യ രാജ്യത്തെ കാര്യമല്ല പറയുന്നത്. കൊച്ചു കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കൊച്ചു കേരളത്തിലെ കഥയാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നേ? ദൈവത്തിനോ? മക്കളുടെ നല്ല പഠനം കൊടുത്ത് നല്ല ജോലി കയറ്റുന്നതിനോ? ഏതിനു നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ കണ്ടു ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, സദേൺ അയർലൻഡ്, നോർത്തേൺ അയർലൻഡ് 5 രാജ്യങ്ങളിൽ 2017 ജനുവരി 20 മുതൽ മാർച്ച് 19 വരെയും തുടർച്ചയായിട്ട് 10,000 കിലോമീറ്റർ ബൈ ട്രെയിൻ, ബൈ കാർ, ബൈ ഫ്ലൈറ്റ്, 65 സ്റ്റേജിൽ 47 ദിവസം തുടർച്ചയായിട്ട് പ്രസംഗിച്ചു. പല കുടുംബങ്ങളിലും പോയി അവരുടെ ദാരുണമായ അനുഭവം കണ്ടു. കണ്ണ് നിറഞ്ഞൊഴുകി. ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ബാക്കി നിന്നു. അവരോട് ചോദിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ വേദനാപൂർവ്വം അടക്കി പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്?
ഏത് ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? 1 Corinthians 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നീ യേശുക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ നീ മറ്റാരെയേക്കാൾ നിർഭാഗ്യവാനാണ്, നിർഭാഗ്യവതിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്ക്, ബാക്കിയെല്ലാം അതിനോട് ചേർക്കപ്പെടും. ട്രാക്ക് തെറ്റി ഓടിയാൽ സമ്മാനം കിട്ടില്ല കേട്ടോ. ട്രാക്ക് തെറ്റി ഓടിയാൽ സമ്മാനം കിട്ടുകയില്ല. ഞാൻ ഒരു വിദേശ പഠനത്തിനോ ഒരു വിദേശ ജോലിക്കെതിരെ സംസാരിക്കുകയല്ല. ഒരുപാട് പേരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുമുണ്ട്. ഇപ്പൊ ജർമ്മൻ കിട്ടുന്നതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ട്രാക്ക് കൂടി ആയിരിക്കണം ഓട്ടം. അതൊരു പ്രവാചക ദൗത്യം എന്ന നിലയിൽ എനിക്ക് നിർബന്ധമുണ്ട്. 35 വർഷം പ്രസംഗിച്ചതിന്റെ യോഗ്യതയല്ലാണ് ഞാൻ ഇത് പറയുന്നത്. 35 വർഷം പ്രസംഗിച്ചതിന്റെ യോഗ്യതയല്ല ഞാൻ ഇത് പറയുന്നത്. വെറുതെ പറയുന്നതല്ല. സഭയ്ക്ക് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചതിന്റെ യോഗ്യതയല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയാ. യേശുവേ നന്ദി എന്ന് കരമരുത്തി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് ക്ലാസ്സിലേക്ക് വീണ്ടും വരാം. പുരോഹിതനായ ഏലിൽ ദേവാലയത്തിന്റെ വാതിൽ പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം അങ്ങ് കണ്ട് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ശവരക്കത്തിൽ സ്പർശിക്കുകയില്ല. അവളൊരു നേർച്ച നേർന്നു. അവളൊരു നേർച്ച നേർന്നു. ഓ, ഞാൻ ഓർക്കുകയാ, ഞാൻ പ്രാർത്ഥിച്ച് ഒറ്റ കുഞ്ഞിനെ കിട്ടി, ഒരു ആൺകുട്ടിയെ, ഒരമ്മയ്ക്ക്. അവൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാന് ഈ കുഞ്ഞിനെ ഒരു പുരോഹിതനാക്കിയേക്കാം. +2 കഴിഞ്ഞ് അവൻ സെമിനാരിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി, നിങ്ങൾക്ക് പ്രായം ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ നോക്കാൻ വേണ്ടേ? ബ്രദറെ, ഈ കുഞ്ഞിനെ നൽകിയ ദൈവമാ. ഈ ദൈവം ഈ കുഞ്ഞിനെ നൽകിയാൽ ഞങ്ങളെ ദൈവം നോക്കിക്കൊള്ളും. നോക്കണം സമർപ്പണം, നോക്കണം സമർപ്പണം, നോക്കണം. ഹന്ന ഇതുപോലെ ദൈവതിരുസന്നിധിയിൽ ഒരു പ്രതിജ്ഞ ചെയ്തു. അവന്റെ തലയിൽ ശവരക്കത്തി വെക്കുകയില്ല. അവനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് വളർത്തിക്കൊള്ളാം. അവനാണ് ദാവീദിനെ അഭിഷേകം ചെയ്ത ശമൂവേൽ പ്രവാചകൻ. ഹല്ലേലൂയ എന്ന് കരമരുത്തി പറഞ്ഞേ. എന്റെ ദൈവമേ, പഴയ കഞ്ഞി കുടിച്ച പോലെയായിരുന്നു പറയണേ. ജീവനോടെ പറ, പോരാ, ശക്തമായി പറ, ജീവനോടെ പറ. വയറിലുള്ള ഒരു ഹെർണിയ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനോർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല 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 ഗ്ലോറി. മഹത്വമുണ്ട് അവിടെ, മഹത്വമുണ്ട് അവിടെ, മഹത്വമുണ്ട് അവിടെ, മഹത്വമുണ്ട് അവിടെ. അപ്പായേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല 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 ഗ്ലോറി, 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 ഗ്ലോറി. ഹല 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 ഹല. വയറില് അസിഡിറ്റി കൂടിപ്പോയി അൾസറായി മാറിയിട്ട് വൊമിറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് കരമുയർത്താമോ? ഈ സമൂഹത്തിലുണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ കരമുയർത്തുക. ഒരു സൗഖ്യം നടക്കുന്നു. അൾസർ കൂടി ആ വ്യക്തി ഇടയ്ക്ക് ഇങ്ങനെ ഛർദിക്കും. കർത്താവ് അടയാളം തന്നതാണ്. ഇനി ആരെങ്കിലും വീട്ടിലുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കരമുയർത്താം. അൾസർ പൂത്തിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഒന്ന് കരമുയർത്താം. അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ഈശോ ശക്തമായൊരു അടയാളം എന്റെ ശരീരത്തെ തരികയായിരുന്നു. ഇപ്പോൾ ഈ വേദന തന്നിട്ട് വൊമിറ്റ് ചെയ്യാൻ വരിക എനിക്ക്. അത് പരിശുദ്ധാത്മാവിന്റെ അറിവിന്റെ വരവെന്ന് പറയും. ചുമ്മാ ഇവിടെ നിന്ന് കണ്ണടച്ച് വിളിച്ചു പറയുന്നൊരു കാര്യമല്ല. ഈ പറയുന്ന സൗഖ്യങ്ങളെല്ലാം
എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അടയാള സഹിതം വെളിപ്പെടുത്തിയിട്ടാണ് കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കണമേ. എല്ലാവരും ഇവിടുന്ന് സ്തുതിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കല്ലേ. അങ്ങോട്ട് ഉയരട്ടെ. അങ്ങോട്ട് അടുത്ത് നിൽക്കുന്നൊരു 10 പേര് കേൾക്കുന്ന രീതിയിൽ നിങ്ങളൊക്കെ പറഞ്ഞേ. അടുത്ത് നിൽക്കുന്നൊരു 10 പേര് കേൾക്കുന്ന രീതിയിൽ സ്തുതിച്ചേ. ഉയരട്ടെ അങ്ങോട്ട്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്തുതിപ്പ് ഉയരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷിയറന്റെ റബീന്റെ ബക്കി ശകല ബിയാറാദ. ഗ്ലോറി. മഹത്വമുണ്ടാവട്ടെ. ഹല 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 ഹല. ഈശോ ശറബിയറന്ദറ വര 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 വര. ഷിയറന്ദറ വര വര ബിയറംബറ ബിശകല ദിസ്കർബന ഹൽബിയറ ലബിയറ ലബറ വര വര. യേശുവേ നന്ദി പറയുന്നു. ഒരു 10ഓളം പേരുടെ നടുവേദന സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. ഇരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹന്നായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതനായ ഏലി ഇത് കാണുകയാണ്. കണ്ടിട്ട് അവളുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ലയോ ഹന്ന, കാലത്തെ തന്നെ പുതുവീഞ്ഞു കുടിച്ച് ഉന്മത്തയായി ഇവിടെ വന്നിരുന്ന കർത്താവിന്റെ സന്നിധിയിൽ അസഭ്യം പുലമ്പുന്നത് നിനക്ക് അവസാനിപ്പിച്ചുകൂടെ എന്നൊരു ചോദ്യം ഏലിയ പ്രവാചകൻ ഹന്നയോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മറുപടി അവൾ പറഞ്ഞു. അത് നമ്മൾ കാണുന്നത് 15-ാമത്തെ 1 സാമുവേൽ 1:15 സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 15 അവൾ ഒരു ഉത്തരം പറയുന്നുണ്ട്. ഹന്ന പ്രതിവചിച്ചു, എന്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. എന്നെ പെനിന കളിയാക്കുന്നുണ്ട്. എനിക്ക് വിഹിതം കിട്ടുമ്പോൾ അവൾക്ക് 8 വിഹിതം കൊടുക്കുമ്പോൾ എനിക്ക് 1 കിട്ടുന്നുള്ളൂ. ഞാൻ അപമതിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹൃദയഭാരം ഭയങ്കരമാണ് അവളുടെ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിന് മുമ്പിൽ എന്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥന. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയ വികാരങ്ങൾ പകരുക. ഞാൻ എൻ്റെ അപ്പായോട് വഴക്കടിക്കാറുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുമ്പസാരം വിളിച്ച് പറയുകയാ. ഞാൻ എൻ്റെ എൻ്റെ യേശു തമ്പുരാനോട് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയോട് ആദ്യം പറഞ്ഞത്, എൻ്റെ കർത്താവിനെ ഞാൻ നിനക്ക് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാ. അതിപ്പോൾ അങ്ങനെ തന്നെയാ. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ജീവിതത്തിൽ 2 സ്ഥാനമേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് 3 സ്ഥാനമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനാണ് 1 സ്ഥാനം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനാണ് ഇന്നേ വരെ ഞാൻ 1 സ്ഥാനം കൊടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടുത്തെ സന്നിധിയിൽ എൻ്റെ ഹൃദയവികാരം പകരും. എനിക്ക് ചില രോഗികൾക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല, ഞാൻ പോയിട്ട് വഴക്കടിക്കും. എന്നാ പണിയാ, ഞാൻ നിന്റെ പുറകെ വന്നിട്ട് എനിക്കുണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ടൊക്കെ ഞാൻ ഈശോയുടെ പുറകെ വന്നത്. എൻ്റെ ഈശോയെ, എന്നിട്ട് നീ ഇത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എങ്കിൽ എനിക്കിനി നിന്റെ പുറകെ വരാൻ പറ്റിയെന്നൊക്കെ വഴക്കടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഈശോ തന്നിട്ടുണ്ട് കേട്ടോ, ഈശോ തന്നിട്ടുണ്ട്. എന്നൊക്കെ വഴക്ക് കൂടിയോ അന്നൊക്കെ കർത്താവിന്റെ കരുണ പ്രകാശിക്കപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ കരുണ വന്നിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. മരണത്തിലേക്ക് പോയ പലരും തിരിച്ചു വന്ന അനുഭവങ്ങളുണ്ട്. ഇത് ദൈവത്തിന്റെ കരുണ ഒഴുകിയതാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ദൈവം കാണുന്നു സകലതും. നിന്റെ ഹൃദയവേദന ദൈവം കാണുന്നു. നിന്നെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ദൈവം കാണുന്നു. ദൈവ പൈതലേ, നീ നിലവിളിച്ചാൽ അവിടുന്ന് ആ നിലവിളി കേൾക്കും. ഹന്നായുടെ നിലവിളി ദൈവം കേട്ടു. അവൾ പറഞ്ഞു, കർത്താവിന്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപ്പതിച്ച ഒരുവളായി വിചാരിക്കരുതേ.
അത്യധികമായി ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഏലിക്ക് തന്റെ ധാരണ മാറി. ഇവളുടെ ഹൃദയവികാരം പുലമ്പിതല്ല, പുലമ്പൽ പറഞ്ഞു കള്ളു കുടിച്ചിട്ട് പുലമ്പിയതല്ല, അവളെ ഹൃദയവികാരം ഏങ്ങലടിച്ച് പറഞ്ഞതാണെന്ന് ഏലി പ്രവാചകൻ തിരിച്ചറിഞ്ഞു. ഏലി പറഞ്ഞു, നീ സമാധാനമായി പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ശ്രദ്ധിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ, കരമുയർത്തിയ സഹോദരി സഹോദരന്മാരോട് ഞാനൊരു കാര്യം പറയുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയ വികാരങ്ങൾ നിങ്ങൾ ഇപ്പോൾ പകർന്നോ? നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്ക് വേണ്ടി എല്ലാം നിങ്ങളുടെ ഹൃദയ വികാരങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ പകർന്നോ? പകർന്നു കഴിഞ്ഞാൽ അത് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, സത്യമായി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. എന്ത് ഇങ്ങനെ ചത്തതുപോലെ ഇരിക്കുന്നേ? അന്നേരം പ്രതിവചിക്കും, ഇന്ന് ജീവനോടെ ഇരുന്നേ. എന്നെക്കാളും പ്രായം കൂടിയ ഒരു കുറഞ്ഞ ആൾക്കാർ ഇവിടെ 62 വയസ്സുണ്ട് എനിക്ക്, മനസ്സിലായോ? പറയോ? ഐ ആം 62 years. But I am energetic. 1 കിലോമീറ്റർ ആണ് ഞാൻ ഓടിപ്പോ. Because Jesus is with me. യേശു എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം പൊട്ടി അങ്ങോട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തമായി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഈ സൈഡിലിരിക്കുന്നവർ മാത്രം, എൻ്റെ അടുത്ത സൈഡിലിരിക്കുന്നവർ മാത്രം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പോരാ, ശക്തമായി പറഞ്ഞേ. ഇനി വലത് സൈഡിലുള്ളത് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. ദൈവത്തിന് നമ്മളിൽ അഭിമാനം തോന്നുന്നത് എപ്പോഴാ? അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവവൈദ്യ ഹൃദയം തുറന്ന തന്ന സ്വരം ഏറ്റവും ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുമ്പോഴാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏലിയായോട് ഇത് സംസാരിച്ചതിന് ശേഷം അവൾ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. പിന്നീട് അവളുടെ മുഖം മ്ലാനമായില്ല. പിന്നീട് അവളുടെ മുഖം മ്ലാനമായില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിട്ടില്ല. കേൾക്കണമേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയും കൂടെ ഞാനിത് ഇങ്ങനെ തന്നെ വിവരിക്കുന്നത്. എൽക്കാനയും കുടുംബം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന ഹന്നയെ പ്രാപിച്ചു. എൽക്കാന ഹന്നയെ പ്രാപിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. കണ്ടോ, ദൈവത്തിരുസനെ തന്റെ വേദനയെല്ലാം പകർന്നതിന് ശേഷം അവളുടെ സങ്കടമെല്ലാം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ മുഖം പ്രസന്നമായി. അതിനുശേഷം ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ചതിന് ശേഷം റാമായിലുള്ള അവരുടെ ഭവനത്തിലേക്ക് പോയി. എൽക്കാന തന്റെ ഭാര്യയെ ഹന്നയെ പ്രാപിച്ചു. അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. അവന് സാമുവേൽ. ദൈവത്തിന്റെ ദർശനം എന്ന വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ. സാമുവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം സന്താനപുഷ്ടിയുള്ളവരെ പെരുകാൻ നമ്മളെ നിയോഗിച്ചു എങ്കിൽ ഒരു സത്യം അറിയണം, നീ വന്ധ്യയായിരിക്കുവാൻ. എന്റെ പെങ്ങന്മാരെ, ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പോരാ, ജീവനോടെ ശക്തമായി ശക്തമായി. സങ്കീർത്തനം 113:9 അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു. ആര്? ദൈവമായ കർത്താവ് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു. മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു.
വിശ്വസിക്ക്, വിശ്വസിക്ക്. അവിടുന്ന് മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുക. വീണ്ടും നമ്മളെ സങ്കീർത്തനം 127 2, 3 തിരുവചനം. ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ, തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിന്റെ ദാനമാണ് മക്കൾ. കർത്താവിന്റെ ദാനമാണ് മക്കൾ. ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. ക്രിസ്ത്യാനി, ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ താമരശ്ശേരി രൂപതയില് അഭിമന്യ റെമിജിയസ് പിതാവ് സർക്കുലർ ഇറക്കി 3 കൊല്ലം മുമ്പ്. ഞങ്ങളുടെ ഫൊറോന പള്ളിയിൽ 4 പ്രാവശ്യം അച്ഛനത് വായിച്ചു. താമരശ്ശേരി രൂപതയിലെ കത്തോലിക്ക കുടുംബങ്ങളിലെ എല്ലാ യുവാക്കളും 24 വയസ്സിലും എല്ലാ യുവതികളും 22 വയസ്സിലും വിവാഹിതരായിരിക്കണം. പിതാവിന്റെ കൽപ്പനയാണ്. നമ്മളൊന്ന് സെറ്റിലാകാൻ വേണ്ടി കാത്തിരിക്കും അല്ലേ? കൊച്ചിനെ കെട്ടിക്കാൻ ഇല്ലേ? ഇല്ലേ? എനിക്ക് വേദന ഉണ്ട് പറയുമ്പം, വേദന ഉണ്ട്. 35 വയസ്സായാലും സെറ്റിൽമെന്റ് നടക്കുകയല്ല. നമ്മൾ ട്രാക്കിലേക്ക് വരണം. ട്രാക്കിലേക്ക് ദൈവം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ബലിപീഠം ആണ് കിടപ്പറ എന്ന സത്യം വിസ്മരിക്കരുത് ഒരിക്കലും. ഇന്ന് ഒരുപാട് കുടുംബങ്ങളെ കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നു എങ്കിൽ അനുദപിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. ഈ കൗൺസിലിംഗിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ 35 കൊല്ലമായി കൗൺസിലിംഗ് നടത്താൻ തുടങ്ങിയിട്ട്. പ്രോൺ വീഡിയോ എന്തെല്ലാമാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് പോലെ നിന്റെ കിടപ്പറ ഒരു ബലിപീഠമാണെന്ന് സത്യം മറന്നുകൊണ്ടുള്ള ജീവിതം. എങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ കരുണ നഷ്ടപ്പെടാതിരിക്കും? എട്ടാം ക്ലാസ് മുതൽ 13 കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ മൊബൈലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അറിയാമോ, ഇത് പറയുമ്പോ ചങ്ക് പൊട്ടുന്നുണ്ട്. നിങ്ങൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് അവൻ മാറ്റുമല്ല, അവള് മാറ്റും. എന്നിട്ട് കല്യാണത്തിലേക്ക് കടന്നു വന്ന് എങ്ങനെ 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 കുഞ്ഞുങ്ങളെ തരും? അതിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞെങ്ങനെയാ ഉണ്ടാവുക? ആരുടെ മോനായിട്ട് ഉണ്ടാവുക? ദൈവത്തിന്റെ സാത്താന്റെയോ? ഇത് പറയുമ്പോൾ എനിക്ക് കുറേ കൂടെ വേദന വരും. ഞാൻ കുറച്ചുകൂടി ഗൗരവത്തിൽ സംസാരിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുമ്പിട്ട് കിടന്ന കണ്ണീരിന് തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണമേ. ദൈവം അനുഗ്രഹിക്കും. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തില് ട്രാക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ, ജഡത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അനുദപിച്ച് പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ അനുഗ്രഹ വെള്ളി 2026 ഞാനൊരു കാര്യം എൻ്റെ പൊന്നു തമ്പുരാന്റെ പരിശുദ്ധ നാമത്തിൽ ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ്റെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് വിധേയപ്പെട്ടുകൊണ്ട് ഒരു കാര്യം വിളിച്ചു പറയുകയാ. ഇനി ഇവിടത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു മക്കൾക്കും വന്ധ്യത ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ശരീരം കോരിത്തരിച്ചിട്ട് ഞാനിത് പറയുന്നത്. ഇത് സത്യമാണ്. ഇത് സത്യമായിട്ടും സംഭവിക്കുന്നൊരു കാര്യമാണ്.